മണം കുടിക്കുന്നു. അപ്പൊ പാലക്കാടുള്ള ക്ഷീര ഡയറി ഫാമിൽ പുതിയ ലോഡ് വന്നല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ വന്ന് ഇറക്കുന്നത് കണ്ടല്ലോ, വന്ന് ഇറങ്ങി കെട്ടിയിട്ടുള്ളൂ. എല്ലാം ഒരെണ്ണം വിടാതെ എല്ലാ തീറ്റ നന്നായി എടുക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. എല്ലാ മാടുകളും തീറ്റ ഫുള്ളായി എടുക്കുന്നുണ്ട്, നന്നായി തന്നെ തീറ്റ എടുക്കുന്നുണ്ട്. ഇത്തവണത്തെ ലോഡ് എത്ര ഉണ്ട്? ഇപ്രാവശ്യം മൊത്തം ഒരു 13 ഇപ്രാവശ്യം ഉണ്ട്. ഇത്തരത്തിലുള്ള പശുക്കൾക്ക് ദിവസം 500 കിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അതിനെ കുറിച്ച് ഒന്ന് പലരും ചോദിക്കണ്ട. അപ്പൊ നമുക്ക് ഒന്ന് വിശദീകരിക്കാൻ പറ്റുക, അതെങ്ങനെ കിട്ടും, എത്ര മാസം കിട്ടും? കറക്റ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ? അതെ അതെ, നമുക്ക് പറയുന്നത് കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇത് കടിഞ്ഞൂലുള്ള ആദ്യ പ്രസക്തിയുള്ള ഒരു പശുവാണ്. സൈസും മടിസെറ്റും വെച്ചിട്ട് എന്തായാലും കടിഞ്ഞൂലിൽ തന്നെ 100% ഒരു 25 വരെക്കും പോകാൻ ചാൻസ് ഉള്ള ഒരു പശുവാണ്. പക്ഷെ നമുക്കൊരു 20 ലിറ്റർ തന്നെ കാൽക്കുലേറ്റ് ചെയ്യപ്പോ ഒരു 20 ലിറ്റർ പാല് തരുന്ന ഒരു പശു, ഒരു 20 ലിറ്റർ തരുന്ന പശു ഇമാതിരി ബ്രീഡുകളാകുമ്പോൾ, നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡുകളാകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു 4 മാസം വരെ ഇവരുടെ പാലിൽ വലിയ വേരിയേഷൻ വരില്ല. ഒരു 22 ലിറ്റർ പാലാണെങ്കിലും ഒരു 20 ലിറ്റർ വരെ അവർക്ക് എന്തായാലും നിൽക്കും. അത് ഇത് വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാത്തവരും എന്ത് വെച്ചാലും പറയാം. പക്ഷെ അവർക്ക് വളർത്തുന്നവർക്ക് അറിയാം അതിന്റെ ഗുണം എന്താണെന്ന്. ഈ കാണുന്ന മടിസെറ്റൊക്കെ കണ്ടത് ഉറപ്പല്ലേ? ഇതെല്ലാം 25 ലിറ്ററിനടുത്ത്, ഇതെല്ലാം രണ്ടാമത്തെ പ്രസവമാണ്, അത് ആദ്യത്തെ പ്രസവമാണ്. ഇതെല്ലാം 10-25 ലിറ്റർ വരെ കറക്കാൻ കപ്പാസിറ്റി ഉള്ള പശുക്കളാണ്. എന്നാലും ഒരു 20 ലിറ്റർ നമുക്ക് കണക്കാക്കാം. അപ്പൊ അതിന് കാര്യം എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ 20 ലിറ്റർ കറക്കുമ്പോൾ നമുക്കിപ്പോ സൊസൈറ്റിയിൽ തന്നെ കൊടുക്കാൻ വെച്ചാൽ ഒരു 42 രൂപ നമുക്ക് അവിടെ കിട്ടുന്ന റേറ്റ്. 20 ലിറ്റർ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പെർ ഡേ വന്നിട്ട് ഒരു 20 ലിറ്റർ 42 × 20 എന്ന് പറയുമ്പോൾ ഏകദേശം 840 രൂപ അതിന്റെ പാലിന്റെ പൈസ. അപ്പൊ ഞാനിവിടെ സൈലേജാ കൊടുക്കുന്നത്. സൈലേജ് ആണെങ്കിലും എനിക്കൊരു 80 രൂപ സൈലേജിന്റെ ചെലവ് വരും. പിന്നെ എനിക്ക് തീറ്റയുടെ ചെലവ് വരുന്നത് 240 രൂപയാണ്. അതായത് ഒരു 30 രൂപ വെച്ച് കണക്കാക്കിക്കോളും. ഒരു 30 രൂപ വെച്ച് കണക്കാക്കി 8 കിലോ തീറ്റ ഞാൻ കൊടുക്കുന്നത്. രാവിലെ 20 ലിറ്റർ കറക്കുന്ന പശുവിന് രാവിലെ ഒരു 4 കിലോ, വൈകിട്ട് ഒരു 4 കിലോ, 8 കിലോ തീറ്റയാണ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഒരു 350 രൂപയാണ് അതിന്റെ തീറ്റയുടെ കോസ്റ്റ് വരുന്നത്. കൊടുക്കുന്നവരാണ് വെച്ച് 80 രൂപ ചെലവ് ഇല്ല. പിന്നെ സ്വയം ചെയ്യണം, പണിക്കാരെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെയ്യാൻ പണിക്കൂലി ഇല്ല. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചെലവ് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ 500 രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. വീടുകളിൽ കൊടുക്കാൻ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 15 രൂപയുടെ മേലെ, 18 രൂപ, 60 രൂപക്ക് പാല് സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ 18 രൂപ പെർ ഡേ നമുക്ക് എക്സ്ട്രാ ആണ്. അപ്പൊ 18 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 20 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 360 രൂപ നമുക്ക് എക്സ്ട്രാ, ഒരു പശുവിന് 360 രൂപ എക്സ്ട്രാ ഇൻകം നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ എന്റെ കാര്യം ഞാൻ നോക്കാം. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് 5 പശു എടുക്കുമ്പോൾ ഈ 4-5 മാസവും ഞാൻ 120 ലിറ്റർ പാല് സൊസൈറ്റിയിൽ ഒഴിക്കാതെ ബോട്ടിലാക്കി ഞാൻ വീടുകളിലാണ് സപ്ലൈ ചെയ്തിരുന്നത്. ക്ഷീര ഡയറി, അങ്ങനെയാണ് ക്ഷീര ഡയറി എന്നുള്ള നമ്മുടെ ഒരു തുടക്കം. ഞാൻ അത്രയും ബുദ്ധിമുട്ടി, അത്രയും കഷ്ടപ്പെട്ടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ സ്റ്റേജ് മാറിയത്. പാലിനളവ് കൂടിയപ്പോഴാണ് ഞങ്ങൾ പണി കുറക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് വന്നത്. അതാണ് ഇതിൻ്റെ ഇത്. അത് കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ 4 മാസം കഴിഞ്ഞാൽ കുത്തി വെക്കാൻ തുടങ്ങും. 4 മാസം കഴിഞ്ഞ് കുത്തി വെച്ചാൽ വലിയ വേരിയേഷൻ ഒന്നും വരില്ല. 1/2 ലിറ്റർ 1 ലിറ്റർ ആയിട്ടൊക്കെ അങ്ങനെ കമ്മിയായി വന്നിട്ടാണ് അവസാനം നമ്മൾ നിർത്തുമ്പോഴും ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് 14-15 ലിറ്റർ ഒക്കെ അപ്പോഴും നിന്ന പശുക്കളുണ്ട്. 14-15 വരെ നിന്ന പശുക്കളുണ്ട്. ഉദാഹരണത്തിന് ആ പശു അത് 14 ലിറ്റർ പാലായിരുന്നു കറവ് നിർത്തുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ ഒരു മാസം ഉണ്ട്, കൈത്തീറ്റ കൊടുക്കുന്നേ ഉള്ളൂ. ഒരു മാസം ഞാൻ അതിന് 7 കിലോ സൈലേജ് മാത്രം ഒരു മാസം ആ പശുവിന് ഇപ്പോൾ ഒരു മാസമായിട്ട് കൊടുക്കുന്നത് 7 കിലോ രാവിലെ സൈലേജ്, 7 കിലോ വൈകിട്ട് സൈലേജ്. കലക്കൊന്നും അതിന് കലക്കില്ല. ഫസ്റ്റ് പ്രസവം ആയതുകൊണ്ടുള്ള ഗുണം പിന്നെ 3-4 മണിക്ക് 5 പ്രസവം വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഇവരെ നിർത്താൻ പറ്റും. ആദ്യ പ്രസവമൊക്കെ ആകുമ്പോൾ, 3ാമത്തെ പ്രസവമൊക്കെ ആകുമ്പോൾ പാല് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് ഒരു 3ാമത്തെ പ്രസവത്തിലുള്ള പശുവാണ് ഇതല്ലേ? അതെ, അതിന് മെഡിസെറ്റ്. പക്ഷെ ഇതിന് എന്തായാലും 25-ന് മേലെ പാല് കിട്ടും, ഉറപ്പല്ലേ? അതിനുള്ള ഉണ്ട്. അതാണ് വ്യത്യാസം. ഓരോരുത്തരെ നമുക്ക് ആവശ്യാനുസരണം അങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഞാൻ ഫസ്റ്റോ സെക്കൻഡോ എടുക്കുള്ളൂ. അത്യാവശ്യം എല്ലാം ബ്രീഡ് ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല പശുക്കൾ തന്നെയാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പൊ എല്ലാവരും വന്നു, തീറ്റൊക്കെ ഫുള്ളായിട്ട് അത്യാവശ്യം എല്ലാവരും നന്നായി കഴിച്ചു. ഇത്തവണത്തെ ടോപ്പ് ക്വാളിറ്റി ഒന്ന് കാണിച്ചു തന്നു.
ഏറ്റവും നല്ലൊരു ക്വാളിറ്റി പശു എന്ന് പറഞ്ഞാൽ കടിഞ്ഞൂരിൽ നിൽക്കുന്ന ഒരു പശു അതിന് മടിച്ചിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഷുഗറായിട്ട് 10-25 ലിറ്റർ കറക്കുന്ന ആർക്കും ഇതിനെ കുറിച്ച് അറിയുന്ന ആർക്കും ഓക്കെ അതിനെ മടിച്ചിട്ടൊന്ന് കാണട്ടോ. അത്രയ്ക്ക് ഹെൽത്തിയാണ് ആളെ. അതിന്റെ സൈസ് എന്താണെന്ന് അറിയണമെങ്കിൽ ആ പിന്നല്ലേ വീഡിയോയിലൂടെ ഒരു 5 അടിയോളം ഉണ്ടല്ലേ കാണുമ്പോ എന്താണ് ഈ മാടിന്റെ സൈസ് എന്നുള്ളത്. അതെ അതെ വൈറ്റ് കൂടുതലുള്ള ഒരു പശുവാണെന്നുണ്ടെങ്കിലും ഓക്കെ നെക്സ്റ്റ് ഒരു പശു ഞാൻ കാണിച്ചു. പശുവിന്റെ ലക്ഷണം നോക്കുകയാണെങ്കിൽ തന്നെ വൈറ്റ് കുളമ്പ്, വൈറ്റ് വാലിറക്കം, പിന്നെ കൊമ്പ് വൈറ്റ്, പിന്നെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് കണ്ടോട്ടാ അടിപൊളി. അതുപോലെ തന്നെ തീറ്റൊക്കെ നോക്കിക്കോളൂ, ഫുള്ള് ആള് കാലിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ വന്ന് വണ്ടിന്ന് ആള് ഇറങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാം കാലിയാക്കിയാള്. തീറ്റ മടുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇരിക്കില്ല. വൈറ്റിലാണെങ്കിൽ ഇത് ഫുൾ ബ്ലാക്കില് പ്യുവർ ഫുൾ ബ്ലാക്ക്. സൈസ് കണ്ടില്ലേ? വാവ് അടിപൊളി അല്ലേ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് അല്ലേ, നല്ല ക്വാളിറ്റി ഉള്ളത് അടിപൊളി പശു. എനിക്കൊരു 5.5 അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ആൾക്ക് അല്ലേ. ഇന്നിപ്പോഴത്തെ 13-നും ചെനപ്പശു വല്ലതും ഉണ്ടോ നമുക്ക്? 2 ചെനപ്പശു എടുത്തിരുന്നേ. ഏതായിരുന്നു ഒരെണ്ണം ഇതായിരുന്നു, അത് നമുക്ക് അവിടെ പിന്നെ വണ്ടി കയറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വന്നിട്ട് നമ്മുടെ ആ കടിഞ്ഞൂരിലുള്ള ഹെവി പശു ഇല്ല, അത് ഒത്തിരി ക്ഷീണം കഴിഞ്ഞ് വന്നതാണ് വണ്ടിയിൽ. ഇതാണ് ഇങ്ങനെ ഒരിക്കലും ഇത്ര സ്പീഡിൽ അവര് എണീച്ച് നിക്കത്തില്ല. ഇത്രയ്ക്ക് ഹെൽത്തിയാണ് ആള് അല്ലേ? അതെ അതെ, ഇത്ര ഹെൽത്തിയാണ്. ആൾക്ക് പ്രസവിക്കാൻ എത്ര ദിവസം ഉണ്ടാവും? യാത്ര ചെയ്ത് വന്നാലും അവർക്ക് വേറെ ഒരു ഇഷ്യൂസും വരില്ല. എത്ര ദിവസം ഉണ്ടാവും ഇനിയിപ്പോ? ഏറിപ്പോയ ഒരാഴ്ച മടക്കിയൊക്കെ വന്ന് അത്യാവശ്യം ഒരാഴ്ച കൊണ്ട് പ്രസവിക്കും. നല്ല സെറ്റാണ്, അത്യാവശ്യം നന്നായിട്ട് ബ്രീഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വരും. അതിനനുസരിച്ചുള്ള നമ്മൾ കൊടുക്കണല്ലോ. ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങിച്ച ഫാമുകളിലേക്ക് ആയിക്കോട്ടെ ഇനി വീടുകളിലേക്ക് ആയിക്കോട്ടെ അടിപൊളിയായിരിക്കും അല്ലേ. ഇതിലിപ്പോ നമുക്കിപ്പോ കാണാം പലരും പലതരത്തിലുള്ള കമന്റ്സുകൾ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ പഴയ പറയുന്ന പോലെ ഞാനിപ്പോ ഇതിന് ഒരുപാട് പശുക്കൾ ഇവിടെ സെയിൽ ചെയ്തു. ഏകദേശം 100-150 പശുക്കൾ ഞാൻ ഇവിടെ തന്നെ സെയിൽ ചെയ്തിട്ടുണ്ടാവും. അതെ 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 അതെ. ഈ 100 പശുക്കൾ കൊടുത്തതിൽ ആരെങ്കിലും വന്നിട്ട് ഇതിൽ മോശമായ കമന്റാ, ഞാൻ തന്നു പറ്റിച്ചു എന്നോ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയത് വളരെ മോശമായി എന്നോ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നതിനൊരു കാര്യമുണ്ട്. എപ്പോഴും ഞാൻ പറയാ നല്ല പശുക്കൾ വേണമെങ്കിൽ നല്ല റേറ്റ് കൊടുത്താൽ മാത്രമേ നല്ല പശുക്കൾ കിട്ടുള്ളൂ. 60-നും 70-നും 55-നും എനിക്ക് വേണേൽ പശു കൊടുക്കാം, പക്ഷെ അത് അതിന്റെ ക്വാളിറ്റിയാണ് ഉണ്ടാകത്തുള്ളൂ, അത്ര ഉണ്ടാവുള്ളൂ. ഞാൻ മാക്സിമം എന്താന്ന് വെച്ചാൽ ഈ ബ്രീഡ് പശുക്കളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്നാണ് വിജയം കിട്ടിയത്, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ കച്ചവടം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു സൈഡിലൂടെ ഞാൻ പോലും അറിയാതെ കയറി വന്ന ഒരു സംഭവമാണ് ഈ കച്ചവടം എന്നുള്ളത്. നമ്മളിവിടെ ഫാം ഒരുപാട് പേര് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടും ഇതുപോലുള്ള പശുക്കൾ എടുത്തു വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടും അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. കയറിപ്പോയ എത്ര തന്നെ ആയിട്ടുണ്ടാവും കച്ചവടം, ഒരു 2 മാസം കൂടിയ അല്ലെങ്കിൽ 2.5 മാസം, അത്രയാണ് ഈ കച്ചവടം എന്നുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ. ഏകദേശം 4-5 വീഡിയോയിലൂടെ മാത്രം നമുക്ക് സെയിൽ ഇപ്പൊ തന്നെ കഴിഞ്ഞു. ഓ അങ്ങനെയല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാനായിട്ട് മുൻകൂർ ഓർഡർ ചെയ്യാം നമുക്ക് അല്ലേ? നേരത്തെ വിളിക്കാം, ഏത് ദിവസം വരുന്നതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അഡ്വാൻസ് നമ്മള് അങ്ങനെ ആരും മേടിക്കുന്നൊന്നുമില്ല. മാക്സിമം എന്താന്ന് വെച്ചാൽ തീരെ ഇവിടെ ഇല്ലാത്തവരോ ഗൾഫിലുള്ളവരൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ഈ വീഡിയോ കോളിലൂടെയും അല്ലെങ്കിൽ വീട്ടമ്മമാർ ആരെങ്കിലും ഒക്കെ വരാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെയാണ് ഈ വീഡിയോ കോൾ വഴി നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി മാക്സിമം ആളെ കൊണ്ട് നേരിട്ട് വന്നിട്ട് നമ്മൾ ലോഡ് വരുമ്പോൾ അഡ്വാൻസ് ഒന്നും വാങ്ങില്ല, വന്ന ഫസ്റ്റ് വരുന്നവർക്ക് ആരാണോ അവർക്ക് നമ്മൾ സെയിൽ ചെയ്യാം. അങ്ങനെയാണ് ഈ കാണുന്ന കുട്ടികളൊന്നും പരിചയപ്പെടുത്താം നമുക്ക്. പിന്നെന്താ, ഇവരാണ് യുവ കർഷകരാണ്. യുവ കർഷകരാകാൻ വേണ്ടിട്ട് തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ നമ്മളിപ്പോ ദൂരത്തേക്കൊക്കെ പോകുമ്പോ ഇവിടെ മാക്സിമം കറക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ഹെൽപ്പ് ചെയ്ത്. വെക്കേഷൻ അല്ലേ, എല്ലാവരും പഠിക്കുന്നവരാണ്, +1 +2 ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അവര് വേറെ ഒന്നിലേക്ക് ചിന്തിക്കുന്നില്ല, ഇവർക്ക് ഇതിനോടാണ് താല്പര്യം കൂടുതൽ. ഇവർ സ്വന്തമായിട്ട് 1-2 പോത്തും ഒരു മൂരിയൊക്കെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് അവര് വളർത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ പ്രായം 1-2 കൊല്ലം മുതലേ ഇവർക്ക് ഇതിനോട് ഒരു താല്പര്യം കൂടുതലാണ്. അപ്പൊ അത്യാവശ്യം കിട്ടുന്ന സമയത്ത് അവര് മാക്സിമം ഇങ്ങോട്ട് വരാറും ഇപ്പൊ നമ്മള് പോകുമ്പോഴൊക്കെ അത്യാവശ്യം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്ന പിള്ളേരാണ് നമ്മുടെ ഇവിടുത്തെ. എന്താ പേരെന്താ? അൻസാർ കള്ളിക്കാട്. എന്താ ചെയ്യണേ? +2 കഴിഞ്ഞു. പേരെന്താ? ജസീർ. എന്ത് ചെയ്യണു? +1 കഴിഞ്ഞു. +1 കഴിഞ്ഞിട്ടുള്ള ഞാൻ സെമിയിൽ ബാക്ക് മാത്രം ഫ്രണ്ട് വരില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണു? +2 റിസൾട്ട് അടിപൊളി. റിസൾട്ട് എങ്ങനെയുണ്ട്?
അപ്പോൾ ഇത്തരത്തിലുള്ള quality ചിന്താമണി പശുക്കളെ വാങ്ങാനായിട്ട് നമ്മുടെ പാലക്കാട് കണ്ണനൂരുള്ള ക്ഷീര ഡയറി ഫാമിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പറും പിന്നെ ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.